നമ്മുടെ ദുനിയാവിലെ ഭാര്യയെ അള്ളാഹു സ്വർഗത്തിലും ഭാര്യയാക്കി തെരുമാറാകട്ടെ. കുട്ടികളാദ്യം പറയുന്നു, വാപ്പ പറയണില്ല. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. മക്കളെ തിരിഞ്ഞു നോക്കല്ലടാ, വാപ്പ പൊക്കണുണ്ടോ? ഓമര് തിരിഞ്ഞൊക്ക. കല്യാണം കഴിച്ച വാപ്പ ഇങ്ങനെ ആലോചിക്കുക, നിങ്ങളാരും പൊക്കണില്ല. പെണ്ണപിള്ളമാര് കണ്ടോണ്ടിരിക്കുക. അതെങ്ങനാ? ചില ആൾക്കാർ ചോദിക്കുന്നത്, ഉസ്താദേ ഇവള് സ്വർഗത്തിലുണ്ടോ എന്നാ ഇല്ലടോ. അള്ളാഹു എല്ലാത്തിനെയും നന്നാക്കി തരുമാറാകട്ടെ. ചില ആണുങ്ങളോട് ചോദിക്കും, ഭാര്യ എങ്ങനെയുണ്ട്? എല്ലാവളെ നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സദക്ക കൊടുക്കും, ശരീരം മറയ്ക്കും, ഭക്ഷണം വെച്ച് തരും, മക്കളെ നോക്കും, എല്ലാം ചെയ്യും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. റാഹത്ത എന്റെ ഭാര്യ. പക്ഷെ നാക്കിനെത്തിരി. ഭാര്യയോട് ചോദിക്കുന്ന, താത്ത തിന്നാനും? ഉസ്താദ് എല്ലാം ഉണ്ട് ഉസ്താദ്, വീടുണ്ട്, കാറുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പുതിയാപ്പള മാത്രം, അത് മാത്രത്തിൽ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നന്നാകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. ആ പ്രവാചകന്റെ ഭാര്യ നല്ലവളല്ലാതെ വന്നപ്പം മക്കളും പോയി. അതുകൊണ്ടാ പറഞ്ഞത്, ഭാര്യ നല്ലവളാകണം. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യണം. നമ്മുടെ ജീവിതം സന്തോഷത്തിലാകാൻ, നമ്മുടെ മക്കൾക്ക് മാതൃകയാകണം വാപ്പയും ഉമ്മയും. നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അവർക്ക് മാതൃകയാകാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. അള്ളാഹു നമുക്ക് നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചമാക്കി തരുമാറാകട്ടെ. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാര് പ്രത്യേകിച്ചൊരു സദക്ക എടുത്തോ. നല്ല ഒരു സ്വാലിഹത്തായ പെണ്ണിനെ നിനക്ക് വേണോ? മക്കളെ നല്ല സദക്ക കൊടുക്ക്. സഹോദരിമാരോട് ഞാൻ പറയുന്നു, നിനക്ക് സ്വാലിഹായ ഒരു ഭർത്താവിന് വേണോ? സദക്ക കൊടുത്താ മതി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരിക്കലും നഷ്ടമാകില്ല. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന, സ്വാലിഹത്തായ പെണ്ണിന് വേണോ? എടാ, ജോലിയില്ലാത്ത എത്രയോ പേരുണ്ട്. ഉസ്താദ് എനിക്ക് ജോലിയില്ല, എനിക്ക് കച്ചവടമില്ല, എനിക്ക് ബർക്കത്തില്ല. സഹോദര, നീ സദക്ക കൊടുക്ക്. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യും, നിനക്ക് ജോലി തരും, നിനക്ക് സന്തോഷമുള്ള ജീവിതം തരും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാ. സദക്ക കൊടുക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല. എടാ ചെറുപ്പക്കാരെ, നിനക്ക് ജോലി വേണോ? നിനക്ക് സാലിഹത്തായ പെണ്ണിനെ വേണോ? സദക്ക കൊടുക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.